ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സീറ്റിന് അർഹതയുള്ള കാര്യം ഇടയ്ക്കിടെ പറയേണ്ട കാര്യമില്ല. വിഷയത്തിൽ അഭിപ്രായം ഒരു തവണ പറഞ്ഞതാണെന്നും ഉഭയകക്ഷി ചർച്ച തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് വ്യക്തമാക്കി. വിവരങ്ങളുമായി ചേരുന്നത് ആനന്ദ് പുതൂറാണ്. ആനന്ദ്, തീർച്ചയായും UDF-നെ പ്രതിരോധത്തിലാക്കുകയാണ് മുസ്ലിം ലീഗ്. മൂന്നാം സീറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം പറയുമ്പോൾ ഈ UDF-ന്റെ സീറ്റ് വിഭജനം തന്നെ മലബാർ ഭാഗത്ത് ആകെ തൃശങ്കുവിലാകുമോ? തീർച്ചയായും നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങും മുൻപേ തന്നെ മൂന്നാം സീറ്റ് എന്നൊരു ആവശ്യവുമായി ലീഗ് മുൻപത്തെത്തിയിരുന്നു. വളരെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള ആവശ്യത്തിന് ഉറച്ചുകൊണ്ട് ലീഗ് എന്തായാലും മുൻപോട്ട് ശക്തമായി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ലീഗിന്റെ ജനറൽ സെക്രട്ടറി അടക്കം ഈ ഒരു ആവശ്യത്തിൽ കാലങ്ങളായി ലീഗ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഇത്തവണ പക്ഷേ ലീഗ് അതിൽ ഉറച്ച തീരുമാനം തന്നെയാണെന്ന് വേണം നമ്മൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ലീഗ് നേതൃത്വം ഈ രാജ്യസഭാ സീറ്റിന് വേണ്ടി കടുംപിടുത്തം പിടിക്കാനും ഒരു സാധ്യതകൾ പൊതുവെ രാഷ്ട്രീയ സമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് മാത്രമല്ല, കൂടാതെ ഇത്തരത്തിൽ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണന നൽകേണ്ടി വരും എന്നും ഒരു തീരുമാനവും അത്തരത്തിൽ എടുക്കുന്നുണ്ട് തന്നെയാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയുന്നത്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജനത്തിനുള്ള ഈ ഒരു ഉഭയകക്ഷി ചർച്ച കീറാമുട്ടിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് ഫോർമുല ഉപയോഗിച്ചാണ് കോൺഗ്രസ് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് തന്നെയാണ് ഇത് നമുക്ക് അറിയേണ്ടത്. അത് മാത്രമല്ല, ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം അതായത് പരസ്യമായി തന്നെ ലീഗിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് മറ്റ് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ തത്വപരിപാടികളിലെല്ലാം ആ തലത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ആ ഒരു സമ്മർദ്ദം അടക്കം കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യം, ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഈ ഒരു ആവശ്യത്തിനെ ഒരു ലാക്കായി കണ്ടുകൊണ്ട് ആഴത്തിൽ ഈ സീറ്റ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇന്നിപ്പോൾ കെ മുരളീധരൻ MP അടക്കം പറയുന്നത് ലീഗിന്റെ ആവശ്യം ന്യായമാണ് തന്നെയാണ്. ഹൈക്കമാൻഡാണ് അവസാനമായി ഈ കാര്യത്തിൽ വാക്ക് പറയേണ്ടത്. ഹൈക്കമാൻഡിനെ ഈ വിഷയം വിട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡ് തന്നെയായിരിക്കും ഈ ഒരു വിഷയം തീരുമാനിക്കുക എന്ന് തന്നെയാണ് ഇന്ന് കെ മുരളീധരൻ MP ഇതിന്റെ ഒരു ഭാഗമായി തന്നെ കോഴിക്കോട് മാധ്യമങ്ങളോട് അറിയിച്ചത്. ആനന്ദ്, അങ്ങനെയാണെങ്കിൽ മധ്യ കേരളം മുതൽ ഉള്ള സീറ്റ് വിഭജനവും തീർച്ചയായും കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കും UDF-ന്റെ കാര്യത്തിൽ എന്നതിൽ സംശയമില്ല. കാരണം കൂടുതൽ ഘടകകക്ഷികൾ ആവശ്യവുമായി മുന്നോട്ട് വരും. ഇനി 5ാം മന്ത്രിസ്ഥാനം എങ്ങനെയാണ് ലീഗ് അന്ന് നേടിയെടുത്തതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ലീഗിന് വഴങ്ങേണ്ടി വരും കോൺഗ്രസ് എന്നത് ഏറെക്കുറെ തെളിഞ്ഞു കാണുന്നൊരവസ്ഥയാണ്. ദീർഘകാലമായി ഈ മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ മുസ്ലിം ലീഗ് കടുംപിടുത്തം തുടരുന്നു എന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അത്തരത്തിൽ നിന്നും തന്നെ വേണം നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ. കാരണം കോൺഗ്രസ് എന്തായാലും ഈ ഒരു ഉഭയകക്ഷി ചർച്ച കിറാമുട്ടിയാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ മുരളീധരൻ MP എന്ന് പറഞ്ഞത് ഉഭയകക്ഷി ചർച്ചകളിലെ കാര്യങ്ങൾ എന്തായാലും പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ്. അതായത് ഈ ഒരു സീറ്റ്, മൂന്നാം സീറ്റ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിൽ നിന്ന് യാതൊരു കാരണവശാലും ലീഗ് പുറകോട്ട് പോകാനുള്ള സാധ്യതകൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിന് 18 സിറ്റിംഗ് MP-മാരാണുള്ളത്. കെ മുരളീധരൻ എടുത്ത് സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ 18 സിറ്റിംഗ് MP-മാർ സീറ്റിൽ നിന്ന് സ്വാഭാവികമായും ലീഗിന് വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാണെങ്കിലും മറ്റ് 2 സീറ്റുകളാണുള്ളത്. അതിൽ കോട്ടയവും പിന്നീട് കോൺഗ്രസ് തോറ്റ ഏക സീറ്റായിട്ടുള്ള ആലപ്പുഴയുമാണ്. ഈ കോട്ടയം സീറ്റ് സ്വാഭാവികമായും കേരള കോൺഗ്രസിന് നൽകേണ്ടി വരും മുന്നണി മര്യാദ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ആലപ്പുഴ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതാണ് ഏക തോറ്റ സീറ്റ് കോൺഗ്രസ്. എന്തായാലും ഈ ലീഗ് മലബാർ മേഖലയിൽ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള സീറ്റ് ആവശ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതൽ. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ശക്തി കേന്ദ്രവും മലബാർ മേഖല തന്നെയാണ്. ഈ ആലപ്പുഴ സീറ്റുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുകയെന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കമാൻഡ് തന്നെയാണ് ഈ വിഷയത്തിൽ അവസാന വാക്ക്. ഒരുപക്ഷെ ലീഗിന് മൂന്നാം സീറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ലീഗിനെ പിണക്കുന്നത് എന്തായാലും UDF നന്നായിരിക്കില്ല. തീർച്ചയായും UDF ഇപ്പോൾ ഒരു തൃശങ്കു സ്വർഗത്തിൽ വന്നുപെട്ട സാഹചര്യം തന്നെയാണെന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയ സമൂഹം വിലയിരുത്തുന്നതിനും. ശരി, ആനന്ദ് പുതൂറാണ് വിവരങ്ങൾ നൽകിയത്.